തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാട്ട് ആര് പാടിയാലും പിടിച്ചകത്തിടുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ ശവമടക്കലിന് പാടിയ മരിപ്പ് പാട്ട് പോലെയായി പോറ്റിപ്പാട്ട്. ഇതോടെയാണ് കേസെടുക്കുമെന്ന ഭീഷണിയുമായി CPM എത്തിയിരിക്കുന്നത്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ചാണ് DGPക്ക് പരാതി ലഭിച്ചത്. തിരുവാഭരണപാത സംരക്ഷണ സമിതിയാണ് പരാതി സമർപ്പിച്ചത്. പാട്ട് പിൻവലിക്കണമെന്ന് സമിതി സെക്രട്ടറി പ്രസാദ് കുഴിക്കാൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാട്ട് ദുരുപയോഗം ചെയ്തതിൽ നടപടി വേണം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അയ്യപ്പന്റെ പേരുപയോഗിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിക്ക് പിന്നിൽ CPM ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പലരും. പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അയ്യപ്പനെ അപമാനിക്കുന്നതും നിന്ദിക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ പാട്ടിന്റെ പാരഡി പണ്ട് ഓണക്കാല മിമിക്സ് കാസറ്റുകളിൽ നിരന്തരം ഉപയോഗിച്ചതാണ്. അന്നില്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ തലപൊക്കി എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പ്രചാരണത്തിന് മുൻപന്തിയിൽ നിന്ന ഗാനമായിരുന്നു പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരഡി ഗാനം. ഡാനിഷ് മുഹമ്മദാണ് ഗാനം ആലപിച്ചത്. മലപ്പുറംകാരായ സുബൈർ പന്തല്ലൂരും ഹനീഫ മുടിക്കോടും തങ്ങളുടെ സ്റ്റുഡിയോയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തതാണ് ഈ ഗാനം. അപ്രതീക്ഷിതമായിട്ടാണ് ഈ പാട്ട് LDFന്റെ ചരമഗീതമായി മാറിയത്. GP ചാലപ്പുറമാണ് രചയിതാവ്. പോലീസ് നോക്കി നിൽക്കെ ചാണ്ടി ഉമ്മനും ഈ പാട്ട് പാടിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കാനും ചാണ്ടി ഉമ്മൻ പറഞ്ഞു കഴിഞ്ഞു. ചാണ്ടിയുടെ പാട്ടും വെല്ലുവിളിയും കേട്ടു നോക്കാം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. അവിടെ പാട്ട് പാടാൻ സമ്മതിക്കാത്തവർ സിനിമയെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പാട്ട്, ആ പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു, വ്യാപകമായി അതിനെ പിൻവലിക്കണമെന്ന് പറയുന്നു. ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? രണ്ടുപേരും ഒരു നയമല്ലേ ഫോളോ ചെയ്യുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. പാട്ടുപാടി ഒന്ന് പ്രതിഷേധിക്കുന്നു. പാട്ടുപാടി എന്താ, ഒരു പ്രശ്നമില്ല. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, അത് മതി, അത്ര കേട്ടാൽ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേരിൽ കേസ് എടുക്കാതെ കേസെടുത്തോട്ടെ. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, 4 മാസത്തിനുള്ളിൽ ബാക്കി കൂടെ ഫലം അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെയും. അത് സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് ദുഃഖിക്കുന്നവർ ഈ പാട്ടിനെ കുറിച്ച് മിണ്ടാത്തത് എന്താന്ന് എനിക്കറിയാം. പാട്ടിനെ കുറിച്ച് ഇത്രയും ബഹളം വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടിയതാണോ പ്രശ്നം? ശബരിമല പോലെ ഒരു പരിപാവനമായ ഒരു ദൈവസ്ഥാനത്ത് ഈ കൊള്ള നടന്നതാണോ പ്രശ്നം? അതിന് മറുപടി പറയട്ടെ. അതിനു മുമ്പ് അവിടുത്തെ ആചാരം ലംഘിച്ചതാണോ പ്രശ്നം, അതോ ഈ പാട്ടാണോ പ്രശ്നം? ഈ സർക്കാർ മറുപടി പറയണം. ഇവിടെ ഈ സർക്കാർ വിലക്കിയ പാട്ടും വലിയ രാഷ്ട്രീയം പറയുന്ന ഒരു പാട്ടാണ്. രാഷ്ട്രീയം ആരും പറയാൻ പാടില്ല, രണ്ടുപേരും ഒരുമിച്ച് പറയുക. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ പറയുന്നു രാഷ്ട്രീയം പറയരുത്, മറുവശത്ത് കേരള സർക്കാർ പറയുന്നു പാട്ട് പാടരുത്. വ്യത്യാസമുണ്ടോ? മുണ്ടും ജാക്കറ്റും വ്യത്യാസവും. ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവർ വിലക്കും. കാരണം അവരെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് രണ്ടു കൂട്ടരും ഒരേപോലെ, ഒരു വ്യത്യാസവും.